കാഹളം അധ്യായം 17. ഗോപിനാഥിന്റെയും ഹരിലാലിന്റെയും വാവച്ചന്റെയും കണ്ണുകൾ കുറുകി. അവർ മെമ്പർ ശിവരാമന്റെ മുഖത്തേക്ക് നോക്കിയത് ഒന്നിച്ചാണ്. കുറുക്കന്റേതുപോലെ ഒരു ഭാവം അയാളുടെ മുഖത്തുണ്ടായി. പുറത്തുനിന്ന് ഒരിക്കൽ കൂടി ആ ചൂളം വിളി കേട്ടു. ശത്രു സമീപത്തെവിടെയുണ്ടെന്നാണ് ആ ചൂളത്തിന്റെ അർത്ഥം. അത് ഒന്നുകിൽ പോലീസുകാരാവാം, അല്ലെങ്കിൽ ശത്രു രാഷ്ട്രീയക്കാരാവാം. ശിവരാമൻ പെട്ടെന്ന് മെഴുകുതിരി ഊതിക്കെടുത്തി. മുറിയിൽ സർവത്ര അന്ധകാരം. ഇനി നിങ്ങളിവിടെ നിൽക്കണ്ട, പിന്നിലെ വാതിൽ തുറന്ന് പാടത്തിന് വരമ്പത്തേക്ക് പൊയ്ക്കോ, അടക്കിയ ശബ്ദത്തിൽ ശിവരാമൻ അവരോട് പറഞ്ഞു. താമസം വിന അവർ പിന്നിലെ വാതിൽക്കലേക്ക് നീങ്ങി. വാതിൽ തുറന്നു. ആ ഭാഗത്ത് കാവലുണ്ടായിരുന്നവരോട് തിരക്കി. എന്താ കാര്യം? മുകളിലത്തെ പറമ്പിൽ ഒരു ടോർച്ച് മിന്നുന്നത് കണ്ടു, അവർ അറിയിച്ചു. വാവച്ചനും ഹരിലാലും ഗോപിനാഥും ഇരുളിനെ മറയാക്കി തോടിൻ കരയിലെത്തി. പിന്നെ പതിയെ വെള്ളത്തിലൂടെ ഇറങ്ങി അക്കരെ വരമ്പിൽ കയറി. നല്ല വീതിയുള്ള വരമ്പായിരുന്നു. കുറച്ചകലേക്ക് മാറി നിൽക്കാം. വാവച്ചൻ മുന്നിൽ നടന്നു. 50 മീറ്ററോളം നടന്നിട്ട് ഒരു തെങ്ങിൻ ചുവട്ടിൽ അവർ കാത്തുനിന്നു. അടുത്ത നിമിഷം ഒരു നിലവിളി കേട്ടു. അത് ആ വീടിന്റെ അരികിൽ നിന്നാണെന്ന് അവർക്ക് ബോധ്യമായി. ഇനി നിൽക്കണ്ട, നമുക്ക് പോകാം, ഹരിലാൽ ധൃതി കൂട്ടി. നിൽക്കടാ, എന്താ സംഭവിക്കുന്നതെന്ന് കാണട്ടെ. ഗോപിനാഥ് ആ ഭാഗത്ത് നിന്ന് മുഖം തിരിച്ചതേയില്ല. അടുത്ത നിമിഷം എന്തോ പൊട്ടിച്ചിതറുന്ന ശബ്ദം. നാടൻ ബോംബാണെന്ന് മനസ്സിലായി. ഒപ്പം ആളുകളുടെ അലർച്ചയും അട്ടഹാസങ്ങളും. പോലീസുകാരല്ല എതിരാളികളെന്ന് അവർക്ക് തീർച്ചയായി. മണപ്പള്ളി ആ രാത്രിയിൽ പിടഞ്ഞുണർന്നു. ആളുകൾ വിളക്കുകൾ പോലും തെളിക്കാതെ ഏത് ഭാഗത്താണ് ബഹളം കേൾക്കുന്നതെന്ന് കാതോർത്തു. കത്തുന്ന പന്തങ്ങളും പെട്രോൾ ബോംബുകളും ആ വീടിന് നേർക്ക് ചീറി വന്നതുകൂടി കണ്ടപ്പോൾ മൂവരും വരമ്പ് വഴി താഴേക്കോടി. ശിവരാമൻ സാറ് കുടുങ്ങുമോ? ഓടുന്നതിനിടയിൽ ഹരിലാൽ ചോദിച്ചു. കുടുങ്ങിയെങ്കിൽ കുടുങ്ങി. നമുക്കതേ പറ്റിയൊന്നും ഇപ്പോൾ അന്വേഷിക്കേണ്ട കാര്യമില്ല. ഒരു രക്തസാക്ഷിയെ കൂടി കിട്ടിയാൽ അത്രയുമായി. അവനവന്റെ ജോലി തന്നെ. ഓടുന്നതിനിടയിൽ ഗോപിനാഥ് കിതച്ചു. നമുക്ക് അല്പനേരം നിൽക്കാം. അവർ വരമ്പിന്റെ താഴെയറ്റത്ത് എത്തിയിരുന്നു. പാടം അവിടെ അവസാനിക്കുകയാണ്. അടുത്തത് റോഡാണ്. ആ ഭാഗത്തൊരു കലുങ്കുണ്ട്. കലുങ്കിന് കീഴെ കരിങ്കല്ലിട്ട് കെട്ടിയ വരമ്പിൽ അവർ ക്ഷീണം തീർക്കാൻ ഇരുന്നു. നമ്മളിനി എങ്ങോട്ട് പോകും? ആ സിയുടെ കയ്യിൽ പെട്ടുപോയാൽ ആകെ തീർന്നു. ഹരിലാൽ ഷർട്ടിന്റെ ബട്ടണുകൾ അഴിച്ചിട്ടു. വിയർപ്പ് കാരണം ഷർട്ട് നനഞ്ഞ് കുതിർന്നിരുന്നു. എത്ര പേർ ചത്തു കാണുമോ ആവോ, ഹരിലാൽ സ്വയം പറഞ്ഞു. എത്ര വേണേൽ മരിക്കട്ടടാ. ആളുകൾ കൂടുതൽ മരിച്ചാൽ വോട്ടുകൾ കൂടുതൽ കിട്ടും. മാത്രമല്ല, ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഓരോ ശവങ്ങളെ കിട്ടാനില്ലെങ്കിൽ പിന്നെ അണികളാണെന്നും പറഞ്ഞ് ഇവനെയൊക്കെ തീറ്റിപ്പൊറ്റുന്നതെന്തിനാ? ചെറുപ്പം മുതലേ ഇവന്റെയൊക്കെ കയ്യിൽ കത്തിയും ബോംബും പിടിപ്പിക്കുന്നതും രക്തത്തിൽ വരെ രാഷ്ട്രീയത്തിന്റെ വീര്യം തിളപ്പിക്കുന്നതും മസ്തിഷ്കത്തിൽ അവന് രാഷ്ട്രീയം വിട്ടൊരു ജീവിതമില്ലെന്ന് ക്ലാസുകളിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നതും ഇതിനൊക്കെ തന്നെയാ. ഗോപിനാഥ് ഒന്ന് കാർ തുപ്പിയിട്ട് തുടർന്നു. രാഷ്ട്രീയത്തിൽ ഗുരുശിഷ്യ ബന്ധത്തിന് പോലും സ്ഥാനം നൽകരുതെന്ന ആശയക്കാരനാ ഞാൻ. ഗുരു നമുക്ക് പാരയാകുമെന്ന് തോന്നിയാൽ തീർത്തേക്കണം, അല്ലെങ്കിൽ കാലുവാരുകയെങ്കിലും ചെയ്തേക്കണം. ഇവിടവും അത്ര സുരക്ഷിതമാണെന്ന് തോന്നുന്നില്ല. നമുക്ക് പോയാലോ? വാവച്ചൻ എണീറ്റു, കൂടെ മറ്റുള്ളവരും. അവർ റോഡിൽ കയറി. തൽക്കാലത്തേക്ക് ഒരു ഷെൽട്ടർ ആവശ്യമാണ്. ഇന്നത്തെ ഈ സംഭവം കൊണ്ടല്ല, നായെപ്പോലെ മണത്തു നടക്കുകയാണ് CI അനിരുദ്ധൻ. മണപ്പള്ളിക്കാരുടെ രാഷ്ട്രീയം അയാളെ ശരിക്കൊന്ന് പഠിപ്പിച്ചേ പറ്റൂ. അവർ തൽക്കാലം തങ്ങുന്നത് എവിടെയാണെന്ന് ചിന്തിച്ചുകൊണ്ട് മുന്നോട്ട് നീങ്ങി. ഇരുട്ടായതിനാൽ റോഡിന് നടുവിൽ ഒരു വാഹനം കിടക്കുന്നത് കണ്ടില്ല. മാത്രമല്ല, റോഡിലേക്ക് ചാഞ്ഞു പടർന്ന് ഒരു പറങ്കിമാവ് നിൽപ്പുണ്ടായിരുന്നു. അവർ തൊട്ടടുത്തെത്തിയതോടെ ആ വാഹനത്തിന്റെ ഹെഡ്ലൈറ്റുകൾ തെളിഞ്ഞു. ഒരു ജീപ്പ്. കിടുങ്ങിപ്പോയി മൂവരും. ഓടിക്കോടാ, ഗോപിനാഥ് അലറി. പക്ഷേ അതിനായില്ല. ഇരുളിൽ പതുങ്ങി നിന്നിരുന്ന പോലീസുകാർ അവരെ വളഞ്ഞു കഴിഞ്ഞിരുന്നു. സർക്കിൾ ഇൻസ്പെക്ടർ അനിരുദ്ധൻ ജീപ്പിൽ നിന്നിറങ്ങി വന്നു. സാറേ, ഇത് തീക്കളിയാ. നിങ്ങളൊക്കെ അനുഭവിക്കും ഞങ്ങളെ തൊട്ടാൽ, പരിഭ്രമം മറച്ചു വെച്ചുകൊണ്ട് ഗോപിനാഥ് പറഞ്ഞു. അനിരുദ്ധന്റെ മുഖത്ത് യാതൊരു ഭാവമാറ്റവും ഉണ്ടായില്ല. ഗോപിനാഥിന്റെ അടുത്തേക്ക് വന്ന അയാൾ കൈവീശി ഒറ്റയടിയായിരുന്നു. കാതിനുള്ളിൽ വണ്ടിന്റെ മുരൾച്ച. ഒന്ന് വട്ടം കറങ്ങിപ്പോയി ഗോപിനാഥ്. അറസ്റ്റ് ഹിം. ഒറ്റ തൊടിക്ക് CI അവനെ പോലീസുകാർക്കിടയിലേക്ക് തള്ളി. അവന്റെ കയ്യിൽ വിലങ്ങ് വീണു. വാവച്ചന്റെയും ഹരിലാലിന്റെയും ശിരസുകൾ പരസ്പരം ചേർത്തിടിച്ചിട്ട് അയാൾ അവരെയും പോലീസുകാർക്ക് നൽകി. 1ഉം 2ഉം കൊടുത്ത് അവരെ പോലീസുകാർ ജീപ്പിലെത്തിച്ചു. ഞങ്ങളുടെ ശരീരത്ത് കൈവച്ചവനൊക്കെ കാതിൽ നുള്ളിക്കോടാ. ഇതിനെല്ലാം എണ്ണി എണ്ണി നിന്നെ കൊണ്ടൊക്കെ കണക്ക് പറയിക്കും ഞങ്ങൾ, അവർ വിളിച്ചു പറയുന്നുണ്ടായിരുന്നു. എടോ സർക്കിൾ ഇൻസ്പെക്ടറെ, തന്നെ ഞങ്ങൾ വെറും സർക്കിളാക്കും, നോക്കിക്കോ. ഗോപിനാഥ് പറഞ്ഞപ്പോൾ പിന്നിലേക്ക് കൈകടത്തി കവളടക്കം ഒന്നുകൂടി കൊടുത്തു അനിരുദ്ധൻ. അവരെയും കൊണ്ട് ജീപ്പ് ചീറിപ്പാഞ്ഞുപോയി. പോലീസ് സ്റ്റേഷനിൽ അപ്പോൾ മെസ്സേജ് കിട്ടിക്കഴിഞ്ഞിരുന്നു. മണപ്പള്ളിയിൽ ബോംബേറ്, കത്തിക്കുത്ത്,
എത്ര പേർ മരിച്ചെന്നറിയില്ല. സംഭവസ്ഥലത്തേക്ക് ഉടൻ പോകുക. പോലീസ് അലർട്ടായി. SP വിളിച്ചു പറഞ്ഞതനുസരിച്ച് SI രമേശ് ചന്ദ്രനും ASI സത്യപാലനും പോലീസുകാരും രാത്രി തന്നെ അവിടേക്ക് കുതിച്ചു. സ്റ്റേഷൻ റൈറ്ററും പാറാവുകാരനും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഈ സിറ്റുവേഷനിലാണ് സർക്കിൾ ഇൻസ്പെക്ടറുടെ നേതൃത്വത്തിലുള്ള സംഘം ത്രിമൂർത്തികളുമായി എത്തിയത്. ജീപ്പിൽ നിന്നിറങ്ങിയ അവർ സ്റ്റേഷനുള്ളിലേക്ക് കടക്കാൻ കൂട്ടാക്കാതെ ബലം പിടിച്ചു. പോലീസുകാർ അവരുടെ കഴുത്തിന് പിടിച്ചു തള്ളി. CI നിൽക്കുമ്പോൾ അവർക്കങ്ങനെ ചെയ്യാതിരിക്കാൻ കഴിയില്ലായിരുന്നു. അകത്തെത്തിയ CI റൈറ്ററിൽ നിന്നും SIയും മറ്റും എന്തിനു പോയിരിക്കുകയാണെന്ന് മനസ്സിലാക്കി. ഇവന്മാരെ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഇതിലും നല്ല ഒരു അവസരമില്ല. ഇങ്ങോട്ട് നീങ്ങി നിൽക്കടാ. CI കെയിൻ ചൂണ്ടി. CIയെ തറപ്പിച്ചെന്ന് നോക്കിയിട്ട് അവർ നീങ്ങി നിന്നു. വനിതാ കമ്മീഷന്റെയും മനുഷ്യാവകാശ കമ്മീഷന്റെയും അന്വേഷണത്തിന്റെ റിപ്പോർട്ടിന്മേലാണ് നിങ്ങളുടെ പേരിൽ വാറണ്ടുള്ളത്. അതുകൊണ്ട് എനിക്ക് കൂടുതൽ ജോലി ഉണ്ടാക്കാതെ കാര്യങ്ങളൊക്കെ അങ്ങ് തുറന്ന് പറഞ്ഞേക്കണം. അയാൾ തൊപ്പിയെടുത്ത് മേശപ്പുറത്ത് വെച്ചു. ചുമ്മാ വരട്ടാൻ നോക്കല്ലേ സാറേ. ഞങ്ങളൊക്കെ ആരാന്ന സാറിന്റെ വിചാരം? കണ്ടാലറിയാത്തവൻ കൊണ്ടാലറിയുമെന്നൊരു പഴഞ്ചൊല്ലുണ്ട്. അതുപോലെ ആയിത്തീരാതെ ഞങ്ങളെ പിടിച്ചുകൊണ്ട് വന്നെടുത്ത് തിരിച്ചുകൊണ്ട് വിട്ടേര്. അല്ലെങ്കിൽ നാളെ സാറിന്റെ തലയിൽ തൊപ്പി പോയിട്ട് ആ തല പോലും കണ്ടില്ലെന്ന് വരും. ഗോപിനാഥ് പറഞ്ഞു നിർത്തിയതോടെ CI മുന്നോട്ടാഞ്ഞ് അവന്റെ ഷർട്ടിൽ കുത്തിപ്പിടിച്ച് മുകളിലേക്കൊന്നുയർത്തുകയും കാൽമുട്ട് മടക്കി അടിവയറ്റിൽ ആഞ്ഞുനമർത്തുകയും ചെയ്തു. അമ്മേ, അവന്റെ കണ്ണ് തള്ളിപ്പോയി. അത് കണ്ട വാവച്ചനും ഹരിലാലും അറിയാതെ വിറച്ചു. ഇനി പോലീസ് സ്റ്റേഷനിൽ നിന്ന് അഹങ്കാരം പറയുമോടാ? പൊക്കിളിൽ 3 വിരൽ അമർത്തി ഒന്ന് മുറുകെ പിടിച്ചുകൊണ്ടായിരുന്നു അനിരുദ്ധന്റെ ചോദ്യം. ഇല്ലേ? അവന് സമ്മതിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. അനിരുദ്ധൻ അവനെ ഒരു വശത്തേക്ക് തള്ളിയിട്ട് വാവച്ചനെയും ഹരിലാലിനെയും പിടികൂടി. പ്രാഥമിക മുറകൾ കഴിഞ്ഞപ്പോൾ തന്നെ അവര് എന്തും അനുസരിക്കും എന്ന സ്ഥിതിയിലായി. എന്നാൽ ഇൻസ്പെക്ടറുടെ കൂടെ നിൽക്കുകയും അവരെ കൈകാര്യം ചെയ്യുകയും ഒക്കെ ചെയ്തെങ്കിലും പോലീസുകാർക്ക് അങ്കലാപ്പുണ്ടായിരുന്നു. ഭരണകക്ഷിയുടെ യുവജന വിഭാഗം നേതാക്കന്മാർ വെറുതെ ഇരിക്കുമോ? പ്രേമചന്ദ്രന്റെ വീട്ടിൽ അന്ന് രാത്രി സംഭവിച്ചതൊക്കെ എനിക്കറിയണം. ഒറ്റ അക്ഷരം വിട്ടുപോകാതെ. എന്തു പറയുന്നു? ഇൻസ്പെക്ടർ മൂവരെയും നോക്കി. രോഷം കടിച്ചമർത്തിക്കൊണ്ടാണെങ്കിലും ഗോപിനാഥാണ് ആദ്യം തലകുലുക്കിയത്. CI റൈറ്ററുടെ നേർക്ക് തിരിഞ്ഞു. ഇവന്മാർ പറയുന്നതൊക്കെ എഴുതിക്കോ സാർ. ആദ്യം മുതൽ അവർ പറഞ്ഞു. എല്ലാം റൈറ്റർ കുറിച്ചെടുത്തു. അനന്തരം CI പോലീസുകാർക്ക് നിർദ്ദേശം നൽകി. ഇവന്മാരെ ലോക്കപ്പ് ചെയ്തേര് സാർ. ആര് വിളിച്ചു പറഞ്ഞാലും ഇവന്മാരെ വിടരുത്. നാളെ ഞായർ, മറ്റന്നാൾ മാത്രമേ കോടതിയിൽ ഹാജരാക്കൂ. ഇന്ന് കസ്റ്റഡിയിലെടുത്തതായുള്ള രേഖകളും വേണ്ട സാർ. മൂവരും ലോക്കപ്പിലായി. CI അവിടെ നിന്നും വീണ്ടും മണപ്പള്ളിയിലേക്ക് തിരിച്ചു. അവന്മാരെ കസ്റ്റഡിയിലെടുത്തത് പുറത്താരും അറിഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ ഇപ്പോൾ ഫോൺ വിളി തുടങ്ങിയനെ CI ഓർത്തു. മണപ്പള്ളിയിൽ പോലീസ് പിന്നെയും വന്നുകൊണ്ടിരുന്നു. സ്ഥിതിഗതികൾ ഇനിയും നിയന്ത്രണ വിധേയമായിട്ടില്ല. CI സംഭവ സ്ഥലത്തെത്തി. അല്പം കഴിഞ്ഞപ്പോൾ SP എത്തി. കത്തിയെരിയുന്ന വീടുകൾ. ഫയർഫോഴ്സ് തീ അണയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. എത്ര പേർക്ക് മുറിവേറ്റിട്ടുണ്ടെന്നോ യാതൊരു നിശ്ചയവുമില്ല. മെമ്പർ ശിവരാമന്റെ ആ പഴയ വീട്ടിൽ നിന്നാരംഭിച്ച കലാപം കാറ്റിന്റെ വേഗതയിലാണ് ആളിപ്പടർന്നത്. പോലീസ് ഒരു ഭാഗം നിയന്ത്രണ വിധേയമാക്കുമ്പോൾ മറ്റൊരു ഭാഗത്ത് ബഹളം തുടങ്ങിയിരിക്കും. അട്ടഹാസങ്ങളും അലമുറകളും. ഇരുളിന്റെ മാറ് പിളർന്നുയരുന്നു. പോലീസ് വാഹനങ്ങളുടെയും ഫയർ വാഗണുകളുടെയും ആംബുലൻസുകളുടെയും മൂളൽ. മണപ്പള്ളിക്കാർക്ക് സംഘർഷത്തിന് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും വേണ്ടെന്ന് പോലീസിനറിയാം. ഏതെങ്കിലും പൂർവ്വ വൈരത്തിന്റെ തീപ്പൊരി മതി. ആരെയും അറസ്റ്റ് ചെയ്യാനായിട്ടില്ല. CI അനിരുദ്ധൻ എല്ലായിടത്തും ഓടിപ്പാഞ്ഞു നടന്നു. മുറിവ് പറ്റിയ പലരെയും നിത്യയെ ചികിത്സിച്ചു കൊണ്ടിരുന്ന ഹോസ്പിറ്റലിലും കൊണ്ടുവന്നു. ആംബുലൻസുകളുടെ നിർത്താതെയുള്ള ശബ്ദം കേട്ടാണ് പ്രേമചന്ദ്രൻ ഇറങ്ങി നോക്കിയത്. വിനയയും ഋഷിയും ഉണ്ടായിരുന്നു ഹോസ്പിറ്റലിൽ. പോലീസ് സ്റ്റേഷനിൽ നിന്ന് തിരികെ വന്ന അവർക്ക് ലോഡ്ജ് മുറിയിലേക്ക് പോകുവാനുള്ള ധൈര്യമില്ലായിരുന്നു. തിരികെ വന്ന പ്രേമചന്ദ്രൻ അമൃതയോടും മക്കളോടും മണപ്പള്ളിയിലെ അന്തരീക്ഷത്തെക്കുറിച്ച് പറഞ്ഞു കേൾപ്പിച്ചു. ഈശ്വര, ഇനിയും എത്ര നിരപരാധികൾ അവിടെ വീഴും? അമൃത നെഞ്ചിൽ കൈവച്ചു. എന്നാൽ ഋഷി പിറുപിറുക്കുന്നത് ഞെട്ടലോടെയാണ് പ്രേമചന്ദ്രൻ കേട്ടത്. ഞാനവിടെ വേണമായിരുന്നു. ആ വാവച്ചന്റെയും ഹരിലാലിന്റെയും ഗോപിനാഥന്റെയും നെഞ്ചിൽ കത്തി കയറ്റിയേനെ. ഇതിനിടയിലാകുമ്പം ആരും സംശയിക്കത്തുമില്ലായിരുന്നു. മോനെ, പ്രേമചന്ദ്രൻ ഭീതിയോടെ വിളിച്ചു. എന്താ നീ പറഞ്ഞത്? സത്യം. അവന്റെ മുഖത്തും കണ്ണുകളിലുമൊക്കെ അപ്പോൾ വല്ലാത്തൊരു ഭാവമായിരുന്നു. കല്ലിച്ച ഭാവം. അച്ഛനും മകനും തമ്മിൽ പറഞ്ഞത് മറ്റാർക്കും മനസ്സിലായില്ല. എന്താ രണ്ടുപേരും കൂടി? അമൃത ചോദിച്ചു. ഒന്നുമില്ല, അയാൾ പറഞ്ഞൊഴിഞ്ഞു. മണപ്പള്ളിയില് എന്തൊക്കെ നടന്നോന്ന് ഇനി നേരം വെളുക്കുമ്പം അറിയാം. അമൃത ഉറങ്ങിക്കിടന്നിരുന്ന നിത്യമവളുടെ മുടി മാടി ഒതുക്കി. എന്തറിയാനാ? പ്രേമചന്ദ്രന്റെ മുഖത്ത് പുച്ഛം നിറഞ്ഞു. കുറെ പേര് ചത്തു കാണും, കുറെ പേർക്ക് അംഗവൈകല്യം ഉണ്ടായി കാണും.
നഷ്ടപ്പെട്ടവരുടെ വീട്ടുകാർക്ക് മാത്രം ദുഃഖം. ചെയ്തവനും ചെയ്യിച്ചവനും മണിമാളികയിലിരുന്ന് സ്കോച്ചും കോഴിക്കാലും കഴിക്കും. നേരം പുലർന്നു. പോലീസ് കലാപ പ്രദേശത്തിന്റെ നിയന്ത്രണം ഏറ്റെടുത്തിരുന്നു. മണപ്പള്ളിയിലെ ആകാശത്തിപ്പോഴും കത്തിയെരിഞ്ഞ വീടുകളിൽ നിന്നുയരുന്ന പുക തങ്ങി നിൽപ്പുണ്ടായിരുന്നു. 15ഓളം വീടുകൾ കത്തിയെരിഞ്ഞിട്ടുണ്ട്. പോലീസ് ഓരോ വീടും സന്ദർശിച്ചു. 50ഓളം പേർ ആശുപത്രിയിലുണ്ട്. 5ലധികം ആളുകൾ മരിച്ചവരുടെ ലിസ്റ്റിൽ ഇപ്പോഴുണ്ട്. കലക്ടർ അവിടെ കർഫ്യൂ പ്രഖ്യാപിച്ചു. SP-യോടൊപ്പം ഒരു കുടിലിന്റെ മുറ്റത്തേക്ക് CI അനിരുദ്ധനും കടന്നു ചെന്നു. ആ വീട്ടിൽ നിന്ന് ശബ്ദമൊന്നും കേട്ടില്ല. വാതിൽ തുറന്ന് കിടക്കുകയാണ്. ഏയ്, ആരുമില്ല ഇവിടെ? അനിരുദ്ധൻ ചോദിച്ചു. അനക്കമില്ല. എന്നാൽ ആ മുറ്റത്ത് ഒരു തലയണ ചിതറിയ നിലയിൽ കിടന്നിരുന്നു. പഞ്ഞിയാകെ മുറ്റം മുഴുവൻ. അതുകൊണ്ട് തന്നെയാണ് തുറന്ന വാതിൽക്കൽ ചെന്ന് അനിരുദ്ധൻ അകത്തേക്ക് നോക്കിയത്. മുകളിൽ തൂങ്ങിക്കിടന്നിരുന്ന കയറിൽ കെട്ടിയിരുന്ന തുണിത്തൊട്ടിലാണ് ആദ്യം ദൃഷ്ടിയിൽ പതിഞ്ഞത്. പക്ഷേ ആ തുണി നടുവേ അറുത്തുമാറ്റിയതുപോലെ രണ്ടായി തൂങ്ങിക്കിടക്കുന്നു. അതിന് താഴെ മൈ ഗോഡ്! നിലവിളിക്കും പോലെയാണ് അനിരുദ്ധൻ പറഞ്ഞത്. മുറിഞ്ഞ തൊട്ടിലിനു താഴെ 2 ചോര കഷ്ണങ്ങളായി ഒരു പിഞ്ചു കുഞ്ഞ്. അധ്യായം 18. ഒന്നുകൂടി അങ്ങോട്ട് നോക്കാനുള്ള കരുത്തില്ലായിരുന്നു സർക്കിൾ ഇൻസ്പെക്ടർ അനിരുദ്ധന്. ഏതൊരു കഠിന ഹൃദയന്റെയും മനം മരവിപ്പിക്കുന്ന കാഴ്ചയായിരുന്നു അത്. ഈ ഭൂമിയിലെ നല്ലതും ചീത്തയും തിരിച്ചറിയാനുള്ള പ്രായമാകും മുമ്പേ ഈ ചോരക്കുഞ്ഞിനെ, അമ്മിഞ്ഞ പാലല്ലാതെ മറ്റൊന്നും കഴിക്കാൻ പ്രായമാകും മുമ്പേ, കൊഞ്ചിച്ചിരിക്കാനും അച്ചാന്നും അമ്മയെന്നും വിളിക്കാനും കഴിയും മുന്നേ, അനിരുദ്ധൻ തലയിൽ നിന്ന് തൊപ്പിയെടുക്കുന്നത് കണ്ടപ്പോൾ SP-യുടെയും പോലീസുകാരുടെയും നെറ്റി ചുളിഞ്ഞു. അവരും അവിടേക്ക് കയറിച്ചെന്നു. ജീസസ്! SP-യുടെ ചുണ്ടുകൾ മന്ത്രിച്ചു. അതിനിടെ അവർ മറ്റൊരു കാഴ്ച കണ്ടിരുന്നു. മുറിയുടെ മൂലയിൽ ചുരുണ്ടുകൂടിക്കിടക്കുന്ന ഒരു സ്ത്രീ. അവളും മരിച്ചോ? അനിരുദ്ധൻ അകത്തേക്ക് കയറി. ഏയ്! കെയിൻ കൊണ്ട് അവളെ വിളിച്ചു. ആദ്യമൊന്നും അവൾക്ക് അനക്കമില്ലായിരുന്നെങ്കിലും മരണത്തിൽ നിന്ന് തിരിച്ചു വരുന്നത് പോലെ അല്പം കഴിഞ്ഞ് അവൾ ഞെട്ടി ഉണർന്നു. ചകിതഭാവത്തിൽ ചുറ്റും നോക്കി. പോലീസുകാരെ കണ്ടപ്പോൾ പരിഭ്രമം ഏറിയതേയുള്ളൂ. അവളുടെ മനസ്സിൽ കുറെ നിഴലുകൾ പിടച്ചു. രാത്രിയിൽ എപ്പോഴോ വാതിൽ ചവിട്ടി തുറന്ന് അകത്തേക്ക് പാഞ്ഞു കയറുന്നവർ. കുഞ്ഞുള്ള കാരണത്താൽ മണ്ണെണ്ണ വിളക്ക് തിരിതാഴ്ത്തി വെച്ചിരിക്കുകയായിരുന്നു. ആദ്യം തന്നെ അതാരോ തൊഴിച്ചെറിഞ്ഞു. ഇരുളിൽ ഭർത്താവിന്റെ നിലവിളി. ഒപ്പം തന്റെ ശിരസിലും എന്തോ കൊണ്ട് ശക്തമായ ഒരടിയേറ്റത് മാത്രമേ ഓർമ്മയുള്ളൂ. അത്രയും മനസ്സിൽ നിന്ന് ചികഞ്ഞെടുത്തതോടെ അവൾ പെട്ടെന്ന് കുഞ്ഞിനെ കിടത്തിയിരുന്ന തൊട്ടിലിന് നേരെ നോക്കി. മോളെ! ഹൃദയം വിണ്ടുകീറുന്ന ഒരലർച്ച. അതോടെ അവളുടെ ബോധം പിന്നെയും മറഞ്ഞു. പോലീസ് ഉദ്യോഗസ്ഥൻ ആ വീട് മുഴുവൻ പരിശോധിച്ചെങ്കിലും മറ്റാരെയും കാണുവാൻ കഴിഞ്ഞില്ല. 2 പോലീസുകാരെ അവിടെ നിർത്തിയിട്ട് വനിതാ പോലീസും അവിടേക്ക് വരാൻ മെസ്സേജ് നൽകിയിട്ട് SP-യും സംഘവും മുന്നോട്ട് നീങ്ങി. ഹൃദയഭേദകമായ പലതും കാണുവാൻ അവർക്ക് സാധിച്ചെങ്കിലും പ്രശ്നത്തിന്റെ മൂലകാരണം മാത്രം ആർക്കും പിടികിട്ടിയിരുന്നില്ല. പെട്ടെന്ന് അനിരുദ്ധന് ഒരു സംശയം തോന്നി. വാവച്ചനും ഗോപിനാഥും ഹരിലാലും മറ്റൊരു കേസിലാണ് അവരെ അറസ്റ്റ് ചെയ്തതെങ്കിലും ഈ പ്രശ്നത്തിൽ തീർച്ചയായും അവർക്ക് മനസ്സറിവുണ്ടായിരിക്കും. ഇതുവരെയും അവരെ കസ്റ്റഡിയിലെടുത്ത വിവരം ഇവിടെ ആരും അറിഞ്ഞിട്ടില്ലെന്ന് തോന്നുന്നു. SI രമേശ് ചന്ദ്രൻ അങ്ങെത്തിയാൽ തീർച്ചയായും അത് അറിയേണ്ടവരെല്ലാം അറിയും എന്ന കാര്യത്തിൽ അയാൾക്ക് സംശയമില്ലായിരുന്നു. അത് വാസ്തവവുമായിരുന്നു. രാത്രിയിൽ മണപ്പള്ളി മുഴുവൻ അലഞ്ഞതിനു ശേഷം രാവിലെ ആരോടൊക്കെയോ ഉള്ള കോപം കടിച്ചമർത്തിയാണ് രമേശ് ചന്ദ്രൻ സ്റ്റേഷനിൽ എത്തിയത്. പണ്ടാരമടങ്ങാൻ, രാത്രിയിൽ ഇതിനകത്തും ആളുകയറി പറ്റിയോ മറ്റുള്ളവർക്ക് ജോലി ഉണ്ടാക്കാൻ എന്ന് പിറുപിറുത്തുകൊണ്ടാണ് സെല്ലിനരികിലേക്ക് ചെന്നത്. എന്നാൽ അതിനുള്ളിൽ വാവച്ചനെയും ഹരിലാലിനെയും ഗോപിനാഥിനെയും കണ്ട് അയാൾ ഞെട്ടിപ്പോയി. ആരാ നിങ്ങളെ ഇവിടെ കൊണ്ടുവന്നത്? ആ സർക്കിള്. ഗോപിനാഥിന്റെ ദേഷ്യം പുറത്തു ചാടി. അനിരുദ്ധൻ സാറോ? അയാള് തന്നെ. പക്ഷേ കടന്നൽക്കൂട്ടില കൈയിട്ടതെന്ന് അയാള് അറിയാൻ പോകുന്നതേയുള്ളൂ. വാവച്ചൻ സെല്ലിന്റെ അഴികളിൽ പിടിച്ചു മുറുക്കി. ഞങ്ങള് ഇവിടെ നിന്നിറങ്ങിക്കോട്ടെ. നിങ്ങള് ചായയോ വല്ലതും കഴിച്ചോ? രമേശ് ചന്ദ്രൻ ലോഹ്യത്തിൽ കൂടി. എവിടുന്ന്? പച്ചവെള്ളം തരികയോ സെല്ല് തുറക്കുകയോ ചെയ്തേക്കരുതെന്നല്ലേ സർക്കിളേമാന്റെ ഉത്തരവ്? ഹരിലാൽ പുച്ഛിച്ചു. രമേശ് ചന്ദ്രൻ ധർമ്മസങ്കടത്തിലായി. എന്നാലും അയാൾക്ക് അവരെ ഉപേക്ഷിക്കാൻ പറ്റില്ലല്ലോ. പോലീസുകാരെ കൊണ്ട് ചായ വരുത്തിച്ച് കൊടുത്തു. ബാത്റൂമിൽ പോകാനും മറ്റുമുള്ള സൗകര്യമൊരുക്കി. അതിനിടെ രാത്രിയിൽ സംഭവിച്ചതെല്ലാം ചോദിച്ചു മനസ്സിലാക്കി. ഇക്കാര്യത്തിൽ എനിക്ക് ബലമായ സംശയം തോന്നുന്നു. നിങ്ങളെ ആരോ കൃത്യമായി ഒറ്റുകൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ ആ നേരത്ത് അനിരുദ്ധൻ സാറിന് അവിടെ വന്ന് കാത്തിരിക്കാനാവില്ലല്ലോ. അവർ മൂവരും പരസ്പരം നോക്കി. ഞങ്ങളും ഇന്നലെ രാത്രി മുഴുവൻ അതേക്കുറിച്ച് തന്നെയാ സാറേ ചിന്തിച്ചത്.
എന്നാലും സംശയിക്കാൻ പറ്റിയ ഒരു മുഖം മനസ്സിൽ തെളിയുന്നില്ല. അതൊക്കെ ഞങ്ങൾ വഴിയെ കണ്ടെത്തിക്കോളാം. അതിനേക്കാൾ പ്രധാനപ്പെട്ടത് ഞങ്ങൾക്ക് ബെയിൽ കിട്ടുന്ന കാര്യമാ. ഇന്ന് ഞായറാഴ്ച. ഇനിയും ഞങ്ങൾ ഇതിനുള്ളിൽ തന്നെ കിടക്കണമെന്ന് പറഞ്ഞാൽ ഗോപിനാഥ് അസ്വസ്ഥനായി. അനിരുദ്ധൻ സാറിങ്ങോട്ട് വന്നോട്ടെ, ഞാൻ എന്തെങ്കിലും ഒരു പോംവഴി കണ്ടുപിടിക്കാം. അപ്പോഴേക്കും ഞാനൊന്ന് കുളിച്ചു ഫ്രഷായിട്ട് ഇങ്ങെത്താം. രമേശ് ചന്ദ്രൻ പിന്തിരിയാൻ ഭാവിച്ചു. പോകല്ലേ സാറേ, ചില കാര്യങ്ങൾ കൂടിയുണ്ട്. വാവച്ചൻ പറഞ്ഞപ്പോൾ അയാൾ തിരിഞ്ഞു നിന്നു. എന്താ? സംഘർഷത്തിനിടയിൽ മെമ്പർ ശിവരാമൻ സാറിന് കുഴപ്പമൊന്നുമില്ലല്ലോ? ഇല്ല, ഞാൻ അദ്ദേഹത്തെ രാവിലെയും കണ്ടു. ആശ്വാസം. പക്ഷെ ഞങ്ങൾ അകത്തായെന്ന് ആർക്കും അറിയില്ല, വീട്ടുകാർക്കും പാർട്ടിക്കാർക്കും ഒന്നും. രമേശ് ചന്ദ്രൻ ചിരിച്ചു. അക്കാര്യമോർത്ത് നിങ്ങൾ വിഷമിക്കേണ്ട, വേണ്ടതൊക്കെ ഞാൻ ചെയ്തോളാം. അയാൾ ഉറപ്പ് നൽകിയിട്ട് ക്വാർട്ടേഴ്സിലേക്ക് പോയി. എടാ ഗോപിനാഥേ, വാവച്ചൻ തിരിഞ്ഞ് അവനെ വിളിച്ചു. എന്താടാ? കാര്യമൊക്കെ ഇത്രയും വരെയായി. വിനയെയും അവളുടെ അമ്മ അമൃതയെയും ഇനി ജീവനോടെ വിടുന്ന പ്രശ്നമേ ഇല്ല. എന്തു പറയുന്നു? ഞാനിത് അങ്ങോട്ട് പറയാൻ ഭാവിക്കുകയായിരുന്നു. എനിക്ക് മറ്റൊരു സംശയമുണ്ട്. പകമൊത്ത് നടക്കുകയാണ് പ്രേമചന്ദ്രനും ഋഷിയും. അവരാരെങ്കിലുമാണോ നമ്മളെ ഒറ്റിയതെന്ന് എങ്ങനെ അറിയും? അതിനും സാധ്യതയുണ്ടെങ്കിലും അവരിന്നലെ ഈ സ്റ്റേഷനിൽ നിന്ന് രാത്രി കുറെ ഇരുട്ടിയിട്ടാ പോയത്. എന്തായാലും ഇനി എല്ലാവരെയും ശ്രദ്ധിക്കാൻ ആളിനെ ഏർപ്പാടാക്കണം. നമ്മളെ ചതിച്ചവർക്ക് മാപ്പില്ല. അവർ അങ്ങനെ ഒരു ഉറച്ച തീരുമാനം എടുത്തു കഴിഞ്ഞു. ഈ നേരത്ത് ഇന്ദ്രജിത്തിനെ പരിചയമുള്ള ഒരു പോലീസുകാരനാണ് അവർ മൂവരും അറസ്റ്റിലായ വിവരം ഓട്ടോ സ്റ്റാൻഡിൽ വെച്ച് അവനോട് പറഞ്ഞത്. ഇന്ദ്രജിത്ത് അപ്പോൾ തന്നെ ആശുപത്രിയിലേക്ക് ഫോൺ ചെയ്ത് പ്രേമചന്ദ്രനോടും പറഞ്ഞു. അത്യാഹ്ലാദത്തോടെ അയാൾ ചെന്ന് വാർത്ത ഭാര്യയുടെയും മക്കളുടെയും അടുത്ത് വിവരിച്ചു. ആ CI നല്ല മനുഷ്യനാ, അയാളായതുകൊണ്ട് അവന്മാരെ അറസ്റ്റ് ചെയ്തത്. ഋഷി പിറുപിറുത്തു. നിത്യമോൾ തലേണ കട്ടിലിന്റെ പടിയിലേക്ക് വെച്ച് അതിൽ ചാരിയിരിക്കുകയായിരുന്നു. എന്തോ ഗാഠമായ ചിന്തയിലാണവൾ. ആ ഇരിപ്പിൽ കൃഷ്ണമണികൾ അനങ്ങുന്നത് മാത്രമാണ് അവൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ളതിന്റെ തെളിവ്. അവൾ ആകെ മാറിയിരുന്നു. അന്നത്തെ ആ സംഭവത്തിന് ശേഷം ഇതുവരെ ചിരിച്ചിട്ടില്ല. ആരെങ്കിലും ചോദിക്കുന്നതിനല്ലാതെ മറുപടി പറയാറില്ല. ചിലപ്പോൾ അറിയാതെ കണ്ണുകൾ നിറഞ്ഞു കവിയുന്നത് കാണാം. ആ സംഭവം കുരുന്ന മനസ്സിൽ ഏൽപ്പിച്ച ആഘാതം ഇനിയും തെല്ലും മാറിയിട്ടില്ലെന്ന് വ്യക്തം. 2 ദിവസത്തിനുള്ളിൽ ആശുപത്രി വിടാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. ഒപ്പം ഏതെങ്കിലും നല്ല സൈക്യാട്രിസ്റ്റിനെ കാണിക്കണമെന്ന് നിർദ്ദേശവുമുണ്ട്. ആശുപത്രിയിൽ നിന്ന് പോകാം എന്നുള്ളത് സന്തോഷമുള്ള കാര്യമാണെങ്കിലും എങ്ങോട്ട് പോകും എന്നുള്ളതാണ് ഇപ്പോൾ അവരുടെ മുന്നിലുള്ള പ്രശ്നം. അമൃത പലവട്ടം ചോദിച്ചെങ്കിലും പ്രേമചന്ദ്രൻ വ്യക്തമായ ഒരു ഉത്തരം നൽകിയിട്ടില്ല. യദുരാമൻ ജയിലിലായിട്ട് 15 ദിവസങ്ങളാകുന്നു. ഇനി കോടതിയിൽ ഹാജരാക്കുന്ന അന്ന് അവനെ ജാമ്യത്തിലിറക്കണം. അഡ്വക്കേറ്റ് മുല്ലക്കൽ സുരേഷിനോട് ഫീസ് എത്രയാണെന്ന് ചോദിച്ചിട്ട് അത് നേരത്തെ കൊടുക്കണം. എല്ലാത്തിനും കൂടി രൂപ കുറച്ച് വേണം. ബാങ്കിലുള്ളത് മുഴുവൻ എടുത്തു കഴിഞ്ഞു. നിലയില്ലാത്ത വെള്ളത്തിന് നടുവിലെ തുരുത്തിൽ അകപ്പെട്ട പ്രതീതിയായിരുന്നു അവർക്ക്. കൊച്ചുമോളെ, പ്രേമചന്ദ്രൻ നിത്യയെ വിളിച്ചു. അവൾ മിഴികളിളക്കി പപ്പയെ ഒന്ന് നോക്കി. മോൾക്ക് കഴിക്കാൻ എന്താ വേണ്ടത്? അവൾ മിണ്ടിയില്ല. എങ്കിലും എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരാം എന്ന് കരുതി അയാൾ റോഡിലേക്കിറങ്ങി. അവിടെ വെച്ച് മണപ്പള്ളിക്കാരനായ ഒരു പരിചയക്കാരനെ കണ്ടു. അയാളിൽ നിന്നാണ് തലേന്ന് രാത്രിയിൽ അവിടെ സംഭവിച്ചതൊക്കെ പ്രേമചന്ദ്രൻ വിശദമായി അറിഞ്ഞത്. അപ്പ ഇനിയും ചോര കുറെ ഒഴുകുമല്ലോ. പ്രേമചന്ദ്രൻ പിറുപിറുത്തു. ആശുപത്രി പടിക്കലൂടെ ഒരു പോലീസ് ജീപ്പ് പട്ടണത്തിലേക്ക് പാഞ്ഞു പോകുന്നതും അതിൽ CI അനിരുദ്ധൻ ഇരിക്കുന്നതും അയാളുടെ കണ്ണുകളിൽ ഉടക്കി. സ്റ്റേഷൻ മുറ്റത്ത് അനിരുദ്ധൻ ചെന്നിറങ്ങുമ്പോൾ ഏതാനും പേർ അയാളെ കാണാനായി കാത്തു നിൽക്കുകയായിരുന്നു. വാവച്ചന്റെയും ഗോപിനാഥിന്റെയും ഹരിലാലിന്റെയും പിതാക്കന്മാർ, പാർട്ടി ജില്ലാ പ്രസിഡന്റ് പങ്കജാക്ഷൻ, മെമ്പർ ശിവരാമൻ, അഡ്വക്കേറ്റ് ജെയിംസ് തോമസ്. ഞങ്ങൾ സാറിനെ കാത്തു നിൽക്കാൻ തുടങ്ങിയിട്ട് ഏറെ നേരമായി, മെമ്പർ ശിവരാമനാണ് ഭവ്യതയോടെ പറഞ്ഞത്. ഈ നേരം വരെ നിങ്ങളുടെ നാട്ടിൽ തന്നെയായിരുന്നല്ലോ ഞാൻ. അപ്പോൾ പിന്നെ ഇവിടെ വന്നു നിന്നാൽ കാണാൻ പറ്റുമോ? അനിരുദ്ധൻ ചോദിച്ചപ്പോൾ ശിവരാമൻ ഒന്ന് പരുങ്ങി. അഡ്വക്കേറ്റിനെ ഒന്ന് വിഷ് ചെയ്തിട്ട് CI അകത്തേക്ക് പോയി. തൊപ്പിയൂരി മേശപ്പുറത്ത് വെച്ചിട്ട് കസേരയിലേക്കിരുന്നതേ കോൺസ്റ്റബിൾ കടന്നു ചെന്നു. അഡ്വക്കേറ്റിന് മറ്റും സാറിനെ കാണണമെന്ന് പറയുന്നു. അനിരുദ്ധന് ദേഷ്യം വന്നു. തന്റെ മുന്നിൽ കിടന്നിരുന്ന കസേര മുറിയുടെ പിന്നിലെ മൂലയിലേക്ക് മാറ്റി കോൺസ്റ്റബിളിനെ കൊണ്ട് ചരിച്ചിടുവിച്ചു. കോൺസ്റ്റബിൾ ചിരിയടക്കി. ഇനി അവരോട് കയറി വരാൻ പറ. 1/2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ വക്കീലിന്റെ നേതൃത്വത്തിൽ ആ സംഘം കടന്നു വന്നു. ഇരിക്കാനായി കസേര നോക്കിയ അഡ്വക്കേറ്റ് ജെയിംസ് തോമസ് ഒന്ന് വിളറി.
മുറിയുടെ മൂലയിൽ കിടക്കുന്ന കസേരകൾ അയാൾ കാണുകയും ചെയ്തു. എന്തു വേണം? സിയെ തിരക്കി. ആ 3 കുട്ടികളുടെ ജാമ്യക്കാര്യത്തിനാണ് ഞാൻ വന്നിരിക്കുന്നത്. അഡ്വക്കേറ്റ് ജെയിംസ് തോമസ് തുടക്കമിട്ടു. 11 ഞായറാഴ്ചയായി പോയല്ലോ മിസ്റ്റർ ജെയിംസ്. നാളെയല്ലേ ഇനി അവരെ കോടതിയിൽ ഹാജരാക്കാൻ പറ്റൂ. മാത്രമല്ല മനുഷ്യാവകാശ കമ്മീഷനും വനിതാ കമ്മീഷനും ഒക്കെ ഇടപെട്ട കേസായതുകൊണ്ട് എനിക്ക് അവരെയും പത്രക്കാരെയും ഒക്കെ വിവരമറിയിക്കേണ്ടതുണ്ട്. ബലാത്സംഗ വീരന്മാരെ അറസ്റ്റ് ചെയ്യാൻ പോലീസ് മടിക്കുന്നു എന്ന് ജനം പറയാതിരിക്കണമെങ്കിൽ എല്ലാം മാധ്യമങ്ങളിൽ വന്നേ പറ്റൂ. ആ മുറിയിൽ ഉണ്ടായിരുന്ന സകലരുടെയും മുഖത്ത് അതൃപ്തിയുടെയും അസ്വസ്ഥതയുടെയും ഭാവങ്ങൾ മാറി മാറി വന്നു. മിസ്റ്റർ അനിരുദ്ധൻ, ജെയിംസ് തോമസ് വിളിച്ചു. ആ കുട്ടികളുടെ സോഷ്യൽ സ്റ്റാറ്റസിനെ കുറിച്ച് അറിയാതെയാണ് നിങ്ങളിങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. മാന്യമായ രൂപത്തിൽ നമുക്ക് നീങ്ങാം. മജിസ്ട്രേറ്റിന്റെ വീട്ടിലേക്ക് ഇവരെ കൊണ്ടുപോയിട്ട് നമുക്ക് ബെയിൽ വാങ്ങാം. കോപം കടിച്ചമർത്തി ജെയിംസ് തോമസിനെ തന്നെ അല്പസമയം നോക്കിയിരുന്നു അനിരുദ്ധൻ. പിന്നെ പറഞ്ഞു, ക്ഷമിക്കണം സുഹൃത്തെ, ഒരു ഗ്രാമം മുഴുവൻ അശാന്തിയുടെ നിഴലിലാണ്. അവിടുത്തെ ക്രമസമാധാനം പുനഃസ്ഥാപിക്കുന്നതിനേക്കാൾ അത്യാവശ്യമാണ് 3 ക്രിമിനൽസിന് ജാമ്യം വാങ്ങിക്കൊടുക്കുന്നത് എന്നെനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾ പോകണം. നാളെ തീർച്ചയായും ഞാൻ അവരെ കോടതിയിലെത്തിക്കും. ഓക്കെ, എന്നാൽ ഒന്നങ്ങോട്ട് ചോദിക്കട്ടെ സാറേ, ഞാൻ ട്രേഡ് യൂണിയൻ പ്രവർത്തകന്റെ അതേ ഭാവത്തോടെ ഹരിലാലിന്റെ അച്ഛൻ വാസു സംസാരിച്ചു. ഒരാളെ അറസ്റ്റ് ചെയ്യുമ്പോൾ അയാളുടെ അടുത്ത ബന്ധുക്കളെ വിവരമറിയിക്കണമെന്ന നിയമം എന്തേ നിങ്ങൾ പാലിച്ചില്ല? എനിക്ക് മനസ്സില്ലാഞ്ഞിട്ട് അനിരുദ്ധൻ പൊട്ടിത്തെറിച്ചു. അതിന്റെ പേരിൽ താൻ വേണമെങ്കിൽ കൊണ്ടുപോയി കേസ് കൊടുക്കടോ. അറസ്റ്റ് ചെയ്ത സാഹചര്യവും സ്ഥലവും ഒക്കെ ഞങ്ങൾക്കും കോടതിയെ ബോധിപ്പിക്കാൻ കഴിയും. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ മക്കളെ ഇന്ന് വിടില്ല. ഗോപിനാഥിന്റെ അച്ഛൻ ഗംഗാധരൻ മുന്നോട്ട് വന്നു. ഇല്ലെന്നല്ലോടോ പറഞ്ഞത്? നിങ്ങൾക്ക് പോകാം. അനിരുദ്ധൻ പുറത്തേക്ക് കൈ ചൂണ്ടി. ക്ലിയർ ഔട്ട്, എനിക്ക് വേറെ പണിയുണ്ട്. വല്ല തേങ്ങാമോഷണ കേസിൽ പെട്ടവരോടോ മുച്ചിട്ട് കളിക്കാരോടോ സംസാരിക്കുന്നത് പോലെ ഞങ്ങളോട് സംസാരിക്കല്ലേ സാറേ. ജില്ലാ പ്രസിഡന്റ് പങ്കജാക്ഷനാണ് പറഞ്ഞത്. അറസ്റ്റ് വിവരം അറിയാൻ വൈകിപ്പോയി. അല്ലെങ്കിൽ ആ നിമിഷം തന്നെ അവരെ ഞങ്ങൾ പുല്ലുപോലെ ഇറക്കിക്കൊണ്ട് പോയേനെ. പങ്കജാക്ഷ, പ്രസംഗിക്കാൻ ഇത് പാർട്ടി ഓഫീസല്ല, മറക്കണ്ട. അനിരുദ്ധൻ ചാടി എണീറ്റു. അതേ നാണയത്തിൽ തന്നെ പങ്കജാക്ഷനും തിരിച്ചടിച്ചു. പ്രസംഗിക്കുമടോ, വന്ന കാര്യം സാധിച്ചോണ്ടേ ഞങ്ങള് പോകത്തുമുള്ളൂ. പിന്നെ വക്കീലിനെയും കൂട്ടിക്കൊണ്ടു വന്നത് തന്റെ ഈ അഹങ്കാരം ഒന്ന് കാണാൻ തന്നെയാ. ദാ നോക്ക്. അയാൾ ഒരു കടലാസ് ചുരുൾ എടുത്തു നീട്ടി. തട്ടിപ്പറിക്കും പോലെയാണ് അനിരുദ്ധൻ അത് വാങ്ങിയതും കോപത്തോടെ ചുരുളഴിച്ച് അതിലേക്ക് നോക്കിയതും CI വിളറിപ്പോയി. നെറ്റിയിൽ വിയർപ്പ് പൊടിഞ്ഞു. ബാക്കി ഭാഗം നാളെ.